വൈപ്പിൻ ഫോർട്ട് കൊച്ചി തുരങ്കപാത പദ്ധതി മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിക്കുമെന്ന് ജോസ് പോൾ ശങ്കുരിക്കൽ. ശങ്കുരിക്കൽ ഫാമിലി യൂണിയൻ വേദിയിലായിരുന്നു പ്രഖ്യാപനം. This news brought to you by Kalpaga Weddings, North Paravoor. സാമൂഹിക ഐക്യത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിന്റെയും 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി ശങ്കുരിക്കൽ ഫാമിലി യൂണിയന്റെ 40ാം വാർഷിക പൊതുയോഗവും വാർഷികാഘോഷവും ഞാർക്കൽ ഐലൻഡ് ക്ലബ് ഹാളിൽ വെച്ച് ഗൗരവപൂർവ്വം നടന്നു. ജോസ് പോൾ ശങ്കുരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ജോയ് പോൾ ശങ്കുരിക്കൽ അധ്യക്ഷനായി. ഉദ്ഘാടന പ്രസംഗത്തിൽ വൈപ്പിൻ ദ്വീപിന്റെ വികസന ചരിത്രത്തിൽ നിർണായകമായേക്കാവുന്ന വൈപ്പിൻ ഫോർട്ട് കൊച്ചി തുരങ്കപാത പദ്ധതിയെക്കുറിച്ച് ജോസ് പോൾ ശങ്കുരിക്കൽ വിശദമായി സംസാരിച്ചു. തുരങ്കപാതയുടെ സമഗ്രമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അത് കൊച്ചിൻ കോർപ്പറേഷൻ ഭരണസമിതി അംഗങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള സുതാര്യവും സജീവവുമായ പ്ലാനിംഗ് പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഫോർട്ട് കൊച്ചിയും വൈപ്പിൻ ഉള്ള ഇടുങ്ങിയ സ്ഥലം വെറും 600 മീറ്റർ 1 കിലോമീറ്ററിന് താഴെ ഒരു തുരങ്കപാത ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു സ്ഥിരമായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. കൊച്ചിൻ കോർപ്പറേഷന്റെ മുൻപത്തെ മേയർ ടോണി ചമ്മണി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഒരു മാസം വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ലൊരു അവസരം വരും. എന്താണത്? കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. 76 മെമ്പേഴ്സ് ഉള്ള കൊച്ചിൻ കോർപ്പറേഷൻ പുതിയ മേയറെയും പുതിയ ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കും. മിക്കവാറും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത. അതുകൊണ്ട് അവർ അധികാരത്തിൽ വന്നാൽ ഞാൻ നേരിട്ട് അന്നത്തെ മേയറോട് പറഞ്ഞ് കോർപ്പറേഷന്റെ 76 മെമ്പേഴ്സും പ്രസന്റ് ആയിരിക്കുന്ന കോൺഫറൻസ് ഹാളിൽ വെച്ച് ഞാൻ സാറിനെ വിളിക്കും ഇത് പ്രസന്റ് ചെയ്യാൻ. അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് നടത്താം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തയ്യാറാണ്. അപ്പൊ മിക്കവാറും ഈ ജനുവരി മാസത്തിൽ അത് ഒരു മീറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അതുവരെ തൽക്കാലത്തേക്ക് ഈ ഹൈക്കോടതിയുടെ അവിടെയുള്ള പരിപാടികളും മറ്റൊക്കെ അത് പിന്നീട് ആവിഷ്കരിച്ചാൽ മതി. ഇത് കൗൺസിലിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് കൊച്ചിൻ കോർപ്പറേഷന്റെ വകയായി ഈ പ്രപ്പോസൽ കേരള ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിന് കൂടുതൽ ഒരു സ്വീകാര്യത, അക്സെപ്റ്റബിലിറ്റി. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതോടൊപ്പം വൈപ്പിൻ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് പുതിയ ദിശകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ അനുസ്മരണ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും നടന്നു. തുടർന്ന് വിവിധ ആശംസാ പ്രസംഗങ്ങൾ അരങ്ങേറി. അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് ജോയ് പോൾ ശങ്കുരിക്കൽ കുടുംബ കൂട്ടായ്മയുടെ ഐക്യവും പരസ്പര സഹകരണവുമാണ് സംഘടനയുടെ ശക്തിയെന്ന് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, കുടുംബങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും കുടുംബത്തിൽ നടക്കുന്ന ഇവന്റ്സ് എല്ലാം ആ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അത് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേറെ ആൾക്കാരുടെ പാസ്വേഡ് ലോഗിൻ ഐ ഡി കൊടുത്തിട്ടില്ല. ശങ്കുരിക്കൽ ഞാറക്കൽ കുടുംബമാണ് അതിന്റെ അഡ്മിൻ. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. കാരണം അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം വളർന്നു. എല്ലാ ശങ്കരവി കുടുംബശാലക്കാരും നമ്മൾ നന്നായിട്ട് അറിയാം. പല കാര്യങ്ങളിലും നമ്മുടെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. പല കാര്യങ്ങളിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലാത്ത കാര്യങ്ങളും എല്ലാം ശങ്കുരിക്കൽ ഞാറക്കെന്ന് പറയുമ്പോൾ ഉടനെ ഒരു പ്രത്യേക ഒരു മനോഭാവം വലിയ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സെക്രട്ടറി മേരി ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ സാജു ജോസഫ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ പൊതുയോഗത്തിന് മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. കുടുംബയോഗം ആദരിക്കുക എന്നതിനേക്കാൾ ഉപരി ജോസേന്റെ കരങ്ങൾക്ക് ശക്തി പകരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ജോസേന്റെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ തടഞ്ഞു വിടും. ഓടിയെത്താൻ വിപുലമായ മാധ്യമ ശ്രദ്ധ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു മീഡിയ മുഴുവനും ജോസേനെ പിന്തുണ വേണം. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെ തന്നെ ഒന്നും കൂടി വിപുലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഒരു ജൂനിയർ ക്ലബ് എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു.
60 വയസ്സിന് താഴെയുള്ള കുറെ മെമ്പേഴ്സിനെ ഓരോ കുടുംബത്തിന്റെയും ലിങ്ക് വെച്ച് പരമാവധി മെമ്പേഴ്സിനെ കയറ്റി ജോസിയറിന്റെ കരങ്ങൾക്ക് ശക്തി വരാൻ സഹായിക്കണം. 2, ജോസിയറിന് ഈ തുരങ്കപാതയെ കുറിച്ച് വിപുലമായ ഒരു സംഭാഷണം ഈ വേദി കുടുംബയോഗത്തിന്റെ ഈ വേദിയുടെ 2025 അക്കാദമിക് മികവ് കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 1986 ഡിസംബറിൽ രൂപം കൊണ്ട ശങ്കുരിക്കൽ ഫാമിലി യൂണിയൻ ഇന്ന് 4 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തോടെ ഏകദേശം 412 അംഗങ്ങളെയും 209 കുടുംബങ്ങളെയും ഉൾക്കൊള്ളുന്ന ശക്തമായ കുടുംബ സംഘടനയായി വളർന്നു കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ സംഘടനയുടെ ഇടപെടലുകൾ അംഗങ്ങൾ അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തി. വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും പൊതുചർച്ചയും ചടങ്ങിന് മാറ്റുകൂട്ടി. മൂന്ന് പഴുത്ത് വിളഞ്ഞെന്ന് കേട്ടതേ കുറിച്ചിരിപ്പാണ് നമ്മുടെ കനിഷ്ഠ സഹോദരൻ ബന്ധമില്ലാതെ മുന്നോട്ട് കൊടുക്കുന്നത് അതിനെ ഇഷ്ടപ്പെടുന്നത് അതെന്താണെന്ന് അനുഭവിക്കുന്നത്. നന്ദി പ്രകാശത്തോടെ ഔപചാരിക ചടങ്ങുകൾ സമാപിച്ച ശേഷം അത്താഴ വിരുന്നും പാപ്പലാന്തവും നടന്നു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, ഞാറക്കൽ.